ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാ ദിവസവും അല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാല് രണ്ട് കാര്യങ്ങളാ. നമ്മുടെ വണ്ടി പണി കിട്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റിട്ടേക്കാണ്. അതിന്റെ കൂടെ തന്നെ ഭയങ്കര പുറം വേദന എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പുറം വേദന. അപ്പൊ ഞാൻ വിചാരിച്ചത് അതിന് ഒരു 4 ദിവസത്തെ ബ്രേക്ക് എടുക്കാം എന്ന് വെച്ചു. അങ്ങനെ അത് കാരണം നമ്മളിപ്പോ നൈസായിട്ട് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഫിസിയോതെറാപ്പി വേണ്ടി ചെയ്യാൻ വേണ്ടി നമ്മൾ പോണത്. അപ്പൊ ഈ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോ ആ ക്ലിനിക്ക് ഉള്ളത് ഒരു മലയാളിയുടെ ക്ലിനിക്കാ. അങ്ങനെ ഞാൻ പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോ പുള്ളി ഒരുപാട് വന്ന സമയത്ത് അത്യാവശ്യം കാര്യങ്ങളിലേക്ക് നന്നായി സ്ട്രഗിൾ ചെയ്തിട്ട് അങ്ങനെ പിടിച്ചതായിട്ട് സ്വന്തം ഒരു ക്ലിനിക്ക് അങ്ങനെ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പുള്ളീനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങൾ, കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ചുമ്മാ അങ്ങനെ നശിച്ചു ഇങ്ങനെ നശിച്ചു എന്ന് പറയാനല്ലാതെ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ സ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, അവസരങ്ങളുടെ കാനഡയാണ് നീ. അപ്പോ അവസരങ്ങളുടെ കാനഡ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കുറെ ഇതുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡാണ്. അപ്പൊ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോ എന്തൊക്കെയാണ് നമുക്ക് മെച്ചം? മെഡിക്കൽ ഫീൽഡല്ല, ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെ കുറെ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു സാധനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒപ്പം തന്നെ പുള്ളിയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണിക്കാം. പുള്ളി സമ്മതിച്ചിട്ടുണ്ട്, പുള്ളി ഷൂട്ട് ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോ നമുക്ക് എന്നാ എല്ലാം പറഞ്ഞ മാതിരി അവിടെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു മിടുക്കനുണ്ടല്ലോ, ആ മിടുക്കന്റെ ക്ലിനിക്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഏതൊരു അധ്വാനത്തിനും അതിൻ്റെതായ ഫലം ഏറ്റവും അവസാനം കിട്ടും എന്നുള്ള ആ ഒരു സാധനം. കാനഡയിൽ വന്നു കഴിഞ്ഞാൽ കുറെ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, പക്ഷെ അവസാനം നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് തെളിയിച്ച ഒരാളാണ്. ആളെ നമുക്ക് കാണാം. ബൈ. ഇതാണ് നമ്മൾ പറഞ്ഞ പുലിക്കുട്ടി ചേട്ടൻ. പുലിക്കുട്ടി ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേ? ഞാൻ കിരൺ, ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, കാനഡയില്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്നാ കാര്യത്തിൽ കിടക്കാം, കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയേണ്ടത്. ഇതിനാളുടെ ക്ലിനിക്കിന്റെ പേരിട്ടാ നമ്മുടെ ലണ്ടൻ ഒണ്ടാരിയോയില് ഉള്ള ക്ലിനിക്കാണ്. അപ്പോൾ നമുക്കൊന്ന് കാര്യത്തിൽ കിടക്കാം. ഒരുപാട് വിശേഷങ്ങൾ പറയണം. അന്നത്തെ എന്നോട് പറഞ്ഞ എന്താ പറയാ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ അതെ, കഷ്ടപ്പാടില്ലാണ്ട് നമുക്ക് ഒരിക്കലും അച്ചീവ്മെന്റ്സ് ഇല്ലല്ലോ. അപ്പൊ ആ ഒരു കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കണം നമ്മള്. കുറേ കഷ്ടപ്പെട്ടു എന്ന് വെച്ചാല് കുത്തിയിരുന്ന് പഠിക്കുക. അപ്പൊ നോക്കുമ്പോ കൊച്ച് കളിച്ചോണ്ട് നടക്കുക. അവർക്ക് യാതൊരു പ്രശ്നമില്ല, അവർക്ക് ഒന്നും അറിയണ്ടല്ലോ. അപ്പൊ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടണം. ഈ സ്നോ വരുമ്പം മുഖത്ത് ഇങ്ങനെ തണുത്ത കാറ്റടിക്കും. അപ്പം എൻ്റെ വൈഫ് വർക്ക് ചെയ്യും. വൈഫ് ഒരിടത്ത് പഠിക്കാൻ പോകുന്നുണ്ട്, പേഴ്സണൽ സപ്പോർട്ട് വർക്കർ കോഴ്സ് പഠിക്കാൻ. കാരണമാണ് നാട്ടിൽ, അല്ല നേഴ്സായിരുന്നു, നേഴ്സ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ലൈസൻസ് കിട്ടിയില്ലല്ലോ. അപ്പം നമ്മൾ പേഴ്സണൽ സപ്പോർട്ട് വർക്കർ പ്രോഗ്രാം പഠിക്കാൻ പോയി. അവിടെ ചെല്ലുമ്പോൾ കൊച്ചിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടും കൊച്ചിനെ എടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒരു കൂടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരി ഒരു സ്ട്രോളർ കൊണ്ടുവന്നു. അത് ബസ്സിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആ സ്ട്രോളർ എന്ന് പറഞ്ഞാൽ പിള്ളേരെ കൊണ്ടുപോകുന്ന സാധനം, അതിൽ കയറ്റി ഇരുത്തി. എന്നിട്ട് ഈ കൊച്ചിന് മുഖത്ത് ഈ തണുത്ത അടിക്കുമ്പോൾ ഉണ്ടല്ലോ, കൊച്ചു കിടന്ന് കാറുവാണ്. പിന്നെ അവസാനം ഞാൻ ഒരു പോളിത്തീൻ പോലത്തെ ഒരു കവർ വാങ്ങിച്ച് മുഖത്തിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടു. ഇതൊക്കെ 2013 അപ്പോൾ ഈ കുഞ്ഞിന് പോലും ഇപ്പോൾ അറിയത്തില്ല അങ്ങനെ ഒരു സംഭവം. കൊണ്ടുപോയി സ്കൂളിലെല്ലാം വിട്ടു. അതെല്ലാം കഴിഞ്ഞ് രാത്രി ഞാൻ ജോലിക്ക് പോകും. അതിന് ഒരു ദിവസം ഒരു കോൾ വരിക. അപ്പോൾ കമ്പ്യൂട്ടറാണല്ലോ ഈ കോള് വിളിക്കുന്നത്. അപ്പം നമ്മൾ 4 മണി മുതൽ 10 മണി വരെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കാൽഗരിയിലുള്ള കോള് ആണ് നമ്മൾ സാധാരണ എടുക്കാറ്, രാത്രി 9 മണിക്കൊക്കെ. പക്ഷേ എന്തോ ബ്രാംപ്ടണിൽ നിന്ന് കണ്ടൊരു കോള്. അപ്പോൾ ഞാൻ സോറി പറഞ്ഞു, കാരണം സമയം ഇപ്പോൾ 9:30. അപ്പോൾ അയാൾ എന്നോട് ചൂടാവുക, നിനക്കറിയത്തില്ല, നീ ഇപ്പോഴാണോ കോൾ വിളിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി സാർ, ഇത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് കോളാണ്, ഞാനല്ല വിളിക്കുന്നത്, എനിക്കൊന്നും ചെയ്യാനില്ല, അൺഫോർച്യുനേറ്റ്ലി ഇങ്ങനെ പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു. വളരെ അത് ഇന്ത്യനാണ്, അപ്പുറത്ത് നിൽക്കുന്ന ആൾ, അതുകൊണ്ട് തന്നെ അവൻ്റെ ഷോ കാണിക്കണം. എനിവേസ് അവന് ഒത്തിരി പറഞ്ഞിട്ടും അവൻ എൻഷുർ ചെയ്തു എൻ്റെ ആ ജോലി പോകുന്നത്. അപ്പം എൻ്റെ ജോലി പോയി. ഹലോ, നമസ്കാരം. അങ്ങനെ ജോലി പോയിട്ട് ഒരു മാസം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, കരഞ്ഞ് നടക്കുകയാണ്. കാരണം ബൈ വീക്കിൽ കിട്ടുന്ന $700 പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പക്ഷേ പഠിത്തത്തിനൊരു കുറവില്ല. നമ്മൾ പഠിക്കുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കും 4 മണിക്ക്, എന്നിട്ട് കുത്തിയിരുന്ന് പഠിക്കുമെന്ന് വെച്ചാൽ
ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യണം. ഓസ്കിന്ന് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ രാവിലെ വാഷ്റൂമിൽ കയറും. വാഷ്റൂമിൽ കയറി എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ഇങ്ങനെ പറയും, പറഞ്ഞ് പഠിക്കുക. സി മൈ നെയിം ഈസ് കിരൺ, ഐ ആം എ ഫിസിയോ. അങ്ങനെ പറഞ്ഞ് പഠിച്ച് അതാണ് നമ്മൾ എക്സാമിന് കയറാൻ ചെല്ലുന്നത്. എക്സാം ഒരു ഇൻട്രസ്റ്റിംഗ് എക്സാമാണ്. രാവിലെ നമുക്കൊരു 6 മണിക്ക് എക്സാമിന് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളങ്ങനെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. എല്ലാം ചെക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേഷൻ തുടങ്ങുമ്പം നമുക്ക് ആ ഫ്ലോയിൽ തന്നെ പോകണം. 5 മിനിറ്റിൻ്റെ സ്റ്റേഷനുണ്ട്, 10 മിനിറ്റ് സ്റ്റേഷനുണ്ട്. 10 മിനിറ്റ് സ്റ്റേഷനിൽ അത് 8 മിനിറ്റ് നമ്മൾ തീർക്കണം. എന്നിട്ട് 2 മിനിറ്റ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. 5 മിനിറ്റ് സ്റ്റേഷനിൽ 4.5 മിനിറ്റ് ആകുമ്പോൾ ഞാനങ്ങ് നിർത്തും. എന്നിട്ട് നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ പഠിപ്പിക്കണം. അതൊക്കെ പഠിപ്പിച്ച് ഇറങ്ങി അടുത്ത സ്റ്റേഷനിലോട്ട് പോകാം. ഇങ്ങനെ പോയി എക്സാം പാസ്സാവുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കരഞ്ഞ് വീട്ടിൽ വന്നു, തോറ്റു പോകും. അപ്പോഴും പിന്നെ നമ്മൾ പണി ചെയ്യുമല്ലോ. എല്ലാം കഴിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാത്ത പള്ളിയില്ല, അമ്പലമില്ല, കരഞ്ഞ് പ്രാർത്ഥിക്കാത്ത ആയിട്ട് ഒരു ദൈവങ്ങളുമില്ല. അവസാനം റിസൾട്ട് വന്നപ്പം എനിക്കത് എന്നും ഓർക്കുന്നുണ്ട്. ഞാൻ മേളിൽ ഫെയിലും, എൻ്റെ റിസൾട്ടിൽ പാസും, അതിന് താഴെ ഒരു ഫെയിലും. അതിനിടയ്ക്ക് പാസ് കണ്ടിട്ട് എനിക്ക് ഇന്നും എനിക്ക് കണ്ണെന്നറിയും. എന്നുവെച്ചാൽ അത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം വരുന്നൊരു സംഭവമാണ്. എനിക്ക് തന്നെ അത് ഓർക്കാൻ പറ്റുന്നില്ല. ഞാൻ കൊച്ചിനെ ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞു പോലെ. കാര്യം ഞാൻ അനുഭവിച്ചത് 2 വർഷം. അന്ന് ഞാൻ ശരിക്കും ദൈവം എന്നാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായത്. എനിവേസ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് പുറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. ലണ്ടനിൽ മൂവ് ചെയ്യുന്നു. കാരണം ടൊറൻറ്റോയിലൊക്കെ വീടിനൊക്കെ ഭയങ്കര വില, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അവസാനം ഇവിടുന്ന് വിൻസർ പോയി ജോലി ചെയ്യുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് ഇടയ്ക്ക് ഞാൻ ആ സ്കാർബ്രോയിൽ ആ സ്ഥലത്തുങ്ങളിലൂടെയൊക്കെ പോകുമ്പം ആ 700 രൂപയുടെ ക്യാൻവാസ് ഷൂട്ട് നടന്ന് ഐസിനകത്തോടെ നടന്ന സംഭവം ഓർക്കുന്നുണ്ട്. ഷൂസിനകത്ത് മുഴുവൻ വെള്ളം കയറിയിട്ട് സോക്സൊക്കെ കൂടെ നനഞ്ഞിട്ട് ബസ്സിനകത്ത് തന്നെ ഷൂ ഊരിയിട്ട് സോക്സ് പിഴിയും, എന്നിട്ടത് കയറ്റിയിടും. അങ്ങനെ നടന്ന ഒരു കാലം അതൊന്നും ഞാൻ ഓർക്കും. എനിക്കതിലൂടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു PTSD. അപ്പോൾ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ. അവർക്കൊക്കെ വണ്ടിയുണ്ട്. അവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒന്നും വിളിക്കാറ് പോലുമില്ല. ഞങ്ങൾ ബസ്സിൽ പോയിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് വരും. 2 കൈയും വേദന എടുക്കും സാധനം വാങ്ങിച്ചുകൊണ്ട്. നാട്ടിൽ നല്ലപോലെ മണിപ്പാല് പഠിപ്പിച്ചു. അവിടെ കുറേ കാറുണ്ട്, സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മൾക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം, ഒരു പ്രശ്നമില്ല. ഇവിടെ വന്ന് ശരിക്കും കഷ്ടപ്പെട്ടന്ന് ഒരു ദിവസം എൻ്റെ വണ്ടിയിൽ കയറിയപ്പം, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയിൽ കയറിയപ്പം എൻ്റെ കൊച്ചിൻ്റെ ഷൂവിൻ്റെ കാലിൽ കുറച്ച് ചെളിയുണ്ടായിരുന്നു. അപ്പം അവൾ ചാടി വണ്ടി കയറിയപ്പം വീട്ടിൽ കയറുന്ന പോലെ, വീട്ടിലെ കാറുണ്ടല്ലോ അതിൽ കയറിയതുപോലെ ചാടി കയറിയതാണ്. ആ വണ്ടിയിൽ ചെളി പറ്റി. എൻ്റെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് അവളോട് സ്ക്രീം ചെയ്തു. നമുക്കത് ഭയങ്കര വിഷമമുണ്ടായിപ്പോയി. അന്ന് ഞാൻ ആഗ്രഹിച്ചു ഇത് ഞാനത് ചെയ്യും. അതൊക്കെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. പരീക്ഷയ്ക്കിരുന്ന് കുത്തിയിരുന്ന് പഠിക്കാൻ. അങ്ങനെ പഠിച്ചിട്ട് പാസ്സായി. ഇപ്പം 4 വണ്ടിയുണ്ട് വീട്ടിൽ. ഒരു ലാൻഡ് ക്രൂസർ, പിന്നെ ഒരു മോട്ടോർ സൈക്കിൾ, ഒരു ഹൈലാൻഡർ, പിന്നെ ഒരു സുബാറു. ഇതിന് 4 ഇൻഷുറൻസ് അടച്ച് ഇന്നും ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാം, ജസ്റ്റ് ഫോർ ഒരു വാശി. അത് ദൈവം എവിടെ എന്നെ നിർത്തിയെന്ന് എനിക്ക് നല്ലപോലെ ഓർമ്മയാണ്. എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന്. പക്ഷെ വീട്ടുകാർ പൈസ ചോദിക്കുമ്പോൾ ഞാൻ അയച്ചു കൊടുക്കും. ഇനി പറഞ്ഞാൽ അലമ്പാവും, എനിക്ക് കരച്ചിൽ വരും. ഞാൻ നിർത്താം. എൻ്റെ എനിക്കിനി പറയാൻ പറ്റില്ല. അത് പോട്ടെ. ഇപ്പം എല്ലാം ഓക്കെയാണ്. അതുകൊണ്ട് ഇപ്പം ഇഷ്ടം എത്രയാണ് 4 ജോലി, 4 ടാക്സ് ഉണ്ട് വണ്ടിക്കകത്ത്. ഇന്ന് രാവിലെ എവിടെയാണ് പോകുന്നത്? സെൻറ് തോമസ് ഹോസ്പിറ്റൽ. അതിൻ്റെ ടാഗ് എടുക്കും, ടാപ്പ് ചെയ്യും, ജോലി ചെയ്യും, തിരിച്ചു വരും. വൈകുന്നേരം വിക്ടോറിയ ഹോസ്പിറ്റലിൽ എമർജൻസി ICU വർക്ക് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ നഴ്സിംഗ് ഹോമിൽ പോകുന്നു, ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ വരുന്നു, വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകുന്നു. ജോലിക്ക് ഇപ്പോൾ ഒരു പഞ്ഞമില്ല. ഇന്ന് ജോലി പോയ നിമിഷം ഇപ്പോൾ എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര അതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, എല്ലാവർക്കും കഴിവുണ്ട്. നിങ്ങളുടെ കഴിവ് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ ഉണ്ടാവണം.
ഞാൻ പറയുന്നത് വെച്ചാൽ ഡയമണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രഷർ വെച്ചിട്ടാണ്. അപ്പം എനിക്ക് ആ പ്രഷർ അവിടെ നിന്ന് പ്രഷർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകുന്നു, എനിക്ക് പിള്ളേർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഫുഡ് അവർ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഓരോ ഇൻസിഡൻറ്റ് പ്രഷറായിരുന്നു. ആ പ്രഷർ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിലെ ആ ഫയർ വെളിയിൽ വരുന്നത്. അപ്പം ഇത് കിട്ടിയേ അടങ്ങുള്ളൂ. അപ്പോൾ എനിക്ക് ഉറക്കമില്ല, സമയമൊന്നും അല്ല അപ്പോഴവിടെ നോക്കുന്നത്, 12 മണിയാണ്. ഓ ശരി സാർ, ഇത് ഈ ഒരു പോർഷൻ കൂടെ തീർത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ, തീർക്കാൻ പറ്റും. കുത്തിയിരുന്ന് പഠിക്കുമായിരുന്നു. ആ ഒരു പഠിത്തം എന്നെ രക്ഷിച്ച്. അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതുവരെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ വലിയൊരു തമാശ, എൻ്റെ കസിൻ ബ്രദറാണ് ADGP ശ്രീജിത്ത്. പുള്ളി എപ്പോഴും എല്ലാവരുടെ മോട്ടിവേഷൻ സ്പീച്ച് കൊടുക്കുമ്പോൾ പറയുന്നത് എന്നാണെന്നറിയോ, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി 20,000 മണിക്കൂർ ഡെഡിക്കേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കത് കിട്ടിയിരിക്കും. 10,000 മണിക്കൂറിൽ എനിക്ക് IPS കിട്ടിയെന്ന് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എന്നോട് പുള്ളി ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയും, നിനക്കെല്ലാം ശരിയാവും, നീ പേടിക്കണ്ട. പുള്ളിക്കാരൻ്റെ ചേച്ചിയുണ്ട്, എൽഡർ ചേച്ചി, മൂത്ത ചേച്ചി. ഞാൻ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. എൻ്റെ അമ്മയെ പോലെയാണ്, ഞാൻ ചേച്ചിയമ്മയെന്നാണ് വിളിക്കുന്നത്. പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയും, എടാ നിനക്ക് നിൻ്റെ ഫാദർ ഒന്നും നിനക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ല, നീ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നിൻ്റെ പിള്ളേർക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നീ കഷ്ടപ്പെടണം, നീ ഇത് കഷ്ടപ്പെട്ടാൽ പോരാ. അപ്പോൾ ഇവിടെ വരുന്ന ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എത്ര ഉള്ളൂ, നിങ്ങൾ ഒരു 3 വർഷം എന്ത് ജോലിയും ചെയ്യാൻ റെഡിയായിട്ട് വരുവാണെങ്കിൽ മാത്രം വന്നാൽ മതി. അല്ല കാനഡ വരരുത്, കാനഡ നിങ്ങൾക്കുള്ളതല്ല. സൂഹിക്കാനാണെങ്കിൽ ഇന്ത്യ തന്നെ നിൽക്കുക, ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. ഇത് കഷ്ടപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കാനഡയിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു 100 രൂപയ്ക്ക് ഒരു ജോലി, $1 ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 60 രൂപയെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. 40 രൂപ നിങ്ങൾ ഗവൺമെൻറ് ടാക്സ് കൊടുക്കണം. നിങ്ങളിപ്പോൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയി, അപ്പോൾ ഒരു നല്ല ഷർട്ട് കണ്ടു, അതിന് $100 ആണെങ്കിൽ നിങ്ങൾ $113 കൊടുക്കണം. എന്ന് വെച്ചാൽ 60 കിട്ടിയ നിങ്ങൾക്ക് ഇനി ഒരു 50-55 രൂപ വേറെ വെളിയിൽ നിന്ന് എടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ അപ്പം തന്നെ കടത്തിലായി. അതാണ് കാനഡ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം അവിടുന്ന് ചാടി കൊണ്ട് പോരാൻ. ഞാൻ കാനഡയ്ക്ക് വന്നതിൻ്റെ റീസൺ ആ സർജനാണ്. എന്നോട് ആ സർജനുമായിട്ടുണ്ടായ അടിയാണ്, അല്ല ഞാൻ കാനഡയ്ക്ക് വരില്ല. പിന്നെ എൻ്റെ ഇൻലോസ് പ്രഷറൈസ് ചെയ്തു, എടാ ഞങ്ങൾക്ക് എപ്പോഴും അവർ US-ലാണ്, ടെക്സാസിലാണ്, എപ്പോഴും ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളിങ്ങോട്ട് പോകാം. അങ്ങനെയാണ് ഞങ്ങൾ കാനഡയ്ക്ക് വന്നത്. ഞങ്ങൾ കാനഡയ്ക്ക് വരില്ല. പിന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വൈഫിനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, കാറ് ഇടിച്ചു. അവളുടെ മിസ്റ്റേക്ക് അല്ലായിരുന്നു, അവൾ നേരെ പോരുന്നു, വേറൊരു വണ്ടി വന്നിട്ട് ലെഫ്റ്റ് എടുത്താണ്, ലെഫ്റ്റ് വന്നിട്ട് അവളുടെ കാറിൻ്റെ ബാഗിൽ ഇടിച്ചു. വണ്ടി വട്ടം കറങ്ങി കൈക്ക് പ്രോബ്ലമായി. അപ്പം ആ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആസ് എ ഫിസിയോ എൻ്റെ വൈഫാണെങ്കിൽ പോലും എനിക്ക് അവളെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം എന്നാൽ കോവിഡിൻ്റെ സമയത്ത് ഇതെല്ലാം അടഞ്ഞു നടക്കുമായിരുന്നു. പക്ഷെ ഞാനാണ് വീട്ടിൽ കൈ ശരിയാക്കി എടുത്തത്. അപ്പം അവളാണ് പറഞ്ഞത്, നിങ്ങൾ ക്ലിനിക്ക് കൊടുക്കണം, ശരിയാവുമെന്ന് പറഞ്ഞു. പക്ഷേ മോർഗേജ് കാരണം നമ്മൾ ഫ്രീ അല്ലല്ലോ ക്ലിനിക്ക് തുടങ്ങാൻ, നമ്മൾ പറ്റുന്നില്ല. അവസാനം ഈവനിങ് പൊസിഷനിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും രാവിലെ ഞാൻ ഫ്രീ ആണ്. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം രാവിലെ ഈ ഏരിയയിൽ കൂടെ ഓടിച്ച് വരുമ്പോൾ ഇവിടെ ബിൽഡ് ചെയ്യുന്ന പോലെ തോന്നി. ഞാൻ ഇവരോട് ചോദിച്ചു, ജസ്റ്റ് ഒന്ന് ഇമെയിൽ ചെയ്തു, നിങ്ങൾക്ക് തുടങ്ങാമല്ലോ, അതെന്താ ഇത്രയ്ക്കാവും. ഞാൻ ശരി, അങ്ങനെ തുടങ്ങുക ചെയ്ത്. ഇപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ പോന്നു. ഞങ്ങൾ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം, കാരണം എനിക്കൊന്നും ഇനി പോകാനില്ല. കാരണം ഒരു $100 വന്ന ഞാൻ, അല്ല 2 ബാഗുമായിട്ട് വന്ന ഞാൻ, ഇപ്പം അതിൽ വലിയൊരു തമാശ എന്ന് വെച്ചാൽ, എനിക്കൊരു എക്സാം ഫീസ് അടയ്ക്കാൻ വേണ്ടി ഞാനൊരു ബാങ്കിൽ പോയി പൈസ ചോദിച്ചു. എനിക്കെന്ന് എൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ $1000 ഉള്ളൂ. അപ്പം ഇവരെന്നോട് പറഞ്ഞു, നിനക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, $2500 എക്സാം ഫീസ്, അതെനിക്ക് അടയ്ക്കാൻ എൻ്റെ പൈസ ഇല്ല. അപ്പം നിനക്ക് ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എക്സാം ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല. ഞാൻ ഈ $2500 എക്സ്ട്രാ വേറെ ഉണ്ടാക്കിയിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ പുറത്ത് അടച്ചെങ്കിൽ മാത്രമേ എനിക്കത് ഫീസ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അടച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതിയത്. അപ്പോൾ അത് ആ എക്സാമൊക്കെ തോറ്റു പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല, നമുക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് പറഞ്ഞാലും അത് നമ്മൾ ജയിച്ചിരിക്കും. കാരണം വായിക്കാത്ത ലൈൻസ് ഇല്ല ബുക്കിൽ. 5-6 പ്രാവശ്യം ഞാൻ എൻ്റെ 3-4 ബുക്കുകളുണ്ട്. ഞങ്ങളുടെ പറയുന്നത് വെച്ചാൽ മാഗി, തെറാപ്യൂട്ടിക് എക്സസൈസ്, കിസ്നർ, പിന്നെ സളിവൻ, അങ്ങനെ കുറേ ബുക്കുകളുണ്ട്. അതിൻ്റെ ഓരോ വരിയും കാണാപ്പാടമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്.
അത് ഇനി അതിനി ഒന്നും പറയാനില്ല. കറക്റ്റ് ഒറിജിനൽ കയറി. ഇത്തിരി പെയിൻ ഉണ്ടോ പറയണം. ഓക്കെ, ടു മച്ച് ആണോ പറയണേ? ഇടുവാ? കുഴപ്പമില്ല, ഇല്ലല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ ഇൻസേർട്ട് ചെയ്യും. നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ടു മച്ച് ആണോ? ഇല്ലല്ലോ. ഓക്കെ, ഇതെങ്ങനെയാണെന്നറിയാം സംഭവം. നമ്മുടെ ഓൺ റൂട്ടില്ലേ, ഓൺ റൂട്ടിൽ കാറ് നമ്മൾ പാർക്ക് ചെയ്യത്തില്ലേ, അതേപോലെ നമ്മൾ ഈ നീഡിലിനെ ആ നെർവിൻ്റെ സൈഡിൽ കൊണ്ട് ഇടുക. അതായത് ഈ നീഡിൽ എന്ന് പറയുന്നത് കാറാണ്. ഓക്കെ, നെർവ് എന്ന് പറയുന്നത് ഓൺ റൂട്ട്. ചെറുതായിട്ട് ടോളറബിൾ അല്ലേ? ഒത്തിരി ഇല്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. അല്ലെങ്കിൽ ചെറിയ നീഡിലിടാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങ് ഒത്തിരി വരെ എനിക്ക് പോകണ്ട, കുറച്ച് പോയാൽ മതി. ഓക്കെ ഓക്കെ. അപ്പം അവിടെ ഒരു അലേർട്ടാവും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഐഡിയ എന്നാന്ന് വെച്ചാൽ, ഒരു ബാങ്കിലെ മാനേജർ 10 ജോലിക്കാർ വന്നിട്ട് രാവിലെ വരുമ്പോൾ അയാളോട്, സാർ അയാൾ ശരിക്കും ജോലി ചെയ്യുന്നില്ല, ഇയാൾ ശരിക്കും ജോലി ചെയ്യുന്നില്ല, അങ്ങനെ 10,000 വിഷയങ്ങൾ പറയുകയാണ് 10 പേര്. 11ാമത് ഒരുത്തം വന്നിട്ട് വേറെ കാര്യം പറയുക, സാറേ എനിക്ക് അവിടെ ഭയങ്കര ലീക്കാവും കേട്ടോ, നമ്മൾ നമുക്ക് മൊത്തത്തിൽ ഇവിടെ മുഴുവൻ വെള്ളമാവും, നമ്മുടെ പൈസ മുഴുവൻ വെള്ളത്തിൽ ആയിപ്പോവും. ആ ഒരു റിപ്പോർട്ട് വന്ന് പറയുമ്പോൾ ബാങ്ക് മാനേജർ അലേർട്ടാവും അല്ലേ? അതേ സംവിധാനമാണ് നമ്മൾ ഈ നീഡിലോട് ഉപയോഗിക്കുന്നത് കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു സംഭവം വന്നു കഴിയുമ്പോഴേക്കും പെയിൻ മുഴുവൻ ഇങ്ങോട്ട് ബോഡി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ പെയിൻ ഇല്ലാതാക്കി കളയും, നമ്മൾ പൊട്ടനാക്കി കളയുകയോ ചെയ്യുന്നത് ശരിയും പെയിനെ. ഓക്കെ അല്ലേ? ഇത് വളരെ ഈസി, സിമ്പിൾ, ചെറിയ നീഡില്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഓക്കെ അല്ലേ? നാട്ടിൽ നമ്മൾ കോട്ടയത്താണ് പഠിച്ചത്. നമ്മൾ ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ, നമുക്ക് ഇഷ്ടംപോലെ സ്പെസിമെൻ ഉണ്ട് പഠിക്കാൻ. നമ്മൾ കോട്ടയത്ത് പഠിക്കുന്നു. എന്നിട്ട് എനിക്ക് 4 വർഷത്തെ കോഴ്സ്. അത് കഴിഞ്ഞിട്ട് എനിക്കിഷ്ടം കാർഡിയക് സർജറി ആയിരുന്നു. ഇപ്പോൾ ഫിസിയോയിൽ എന്താ കാർഡിയക് സർജറി പിന്നുണ്ടോ? ഓക്കെ ഓക്കെ, കാർഡിയക് സർജറിയിലായിരുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 2002 പാസ് ഔട്ടായി, നേരെ ഡൽഹിക്ക് പോയി. ഡൽഹി എസ്കോട്ട്സിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ അത് ഫോർട്ടിസ് ഹോസ്പിറ്റൽ എന്ന് പറയും. അവിടുന്ന് ഇഷ്ടം കൂടിയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ പിന്നെ നാട്ടിൽ വരിക. അപ്പം അഡ്മിഷൻ കിട്ടി വരുന്നു. ഇപ്പോൾ പത്മഭൂഷൺ കിട്ടിയ സാറില്ലേ, ഡോക്ടർ ജോസ് ചാക്കോ പെരിപുറം, പുള്ളിയുടെ അണ്ടറിൽ പുള്ളിയുടെ ടീമിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ 1.5 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് കാർഡിയക് സർജറി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോയി മണിപ്പാലിൽ ജോയിൻ ചെയ്യുക. മണിപ്പാലിൽ പഠിപ്പിക്കുകയും വേണം, കാർഡിയക് സർജറി വർക്ക് ചെയ്യുകയും വേണം. ഓക്കെ ഓക്കെ, അപ്പോൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്തു. അപ്പോൾ ഒരു ദിവസം കാർഡിയക് സർജറി വർക്ക് ചെയ്യുന്ന ഒരു സർജൻ ഒരു സൂക്കേട് കൂടി. അപ്പോൾ ഡോക്ടേഴ്സ് നമ്മൾ കുറ്റമായിട്ട് പറയല്ല, അവർക്കൊരു ധാരണയുണ്ട്. അവരെല്ലാം കഴിഞ്ഞ് അവർ പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ സംഭവം, അതിന് മേളിൽ അപ്പീലില്ല. അപ്പം നമ്മളാകെ കുറച്ച് സംഭവമേ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഡോക്ടർ ജോസ് ചാക്കോ പെരിയറ സാറിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യും. സാറിൻ്റെ കൂടെ നമ്മൾ സാറിൻ്റെ OPD ഇരിക്കും. സാറ് ചോദിക്കും നമ്മളോട് ഓരോ കാര്യം, ഇതെന്നാ നിൻ്റെ അഭിപ്രായം എന്താ, അങ്ങനെ ചോദിച്ച് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരും.
ഞാൻ അവിടെ വർക്ക് ചെയ്തപ്പം അത് ചെറിയ വേദന എടുത്തിട്ട് ചെറുതല്ലേ, ടോളറബിൾ അല്ലേ? ആ ഓക്കെ, ചെറിയ നീഡിലാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, അവിടെ എന്ത് പെട്ടെന്ന് കറണ്ട് അടിച്ച പോലെ കറണ്ട് അടിച്ചത്, അതാണ് നെർവിൻ്റെ അടുത്താണത്. ഓക്കെ ഓക്കെ, പേടിക്കണ്ട പേടിക്കണ്ട. നെർവിനിട്ട് കുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് ഒറ്റ അടി തരും. കാരണം നെർവ് അത്ര ഭയങ്കര വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് കുരുവി കൂടുന്ന പോലെ ഇങ്ങനെ സ്റ്റെതസ്കോപ്പ് വെച്ച് നമ്മൾ ഹോസ്പിറ്റലിറ്റ് ചെയ്തപ്പം ഭയങ്കര ബ്രോങ്കോസ്പാസം എന്ന് പറയും. ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു, നമുക്ക് ഈ പേഷ്യൻ്റ് മ്യൂക്കുലേറ്റിക് ഏജൻസ് ഒന്നും കൊടുക്കരുത്, സാറിനോടൊന്ന് പറയണം. കാരണം അത് ഒത്തിരി ഇതായി കഴിഞ്ഞാൽ, ലങ്സ് മൊത്തം ഇതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. ഈ മ്യൂക്കസ് ഇളക്കാൻ വേണ്ടിയുള്ളൊരു മരുന്നാണത്. അപ്പം NSAID എന്ന് പറയും, പാരസെറ്റമോളിൻ്റെ ആൻറ്റിഡോട്ടാണ്. എന്ന് വെച്ചാൽ പാരസെറ്റമോൾ ഓവർഡോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റായിട്ട് കൊടുക്കുന്ന മരുന്നാണ്. സാറിനോട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയണം. ഭയങ്കര ബ്രോങ്കോസ്പാസം ഉണ്ട്, ഭയങ്കര വീസിങ് ഉണ്ട്, ഈ മ്യൂക്കസ് എല്ലാം കൂടെ ഇളകിയിരിക്കുകയാണ്, വേഗം ശ്വാസം മുട്ടും. അങ്ങനെ പറഞ്ഞു. നമ്മൾ പേഷ്യന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തതാണ്. ഞാൻ എപ്പോൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫാദർ അല്ല എൻ്റെ മദർ അല്ല എനിക്ക് ഇങ്ങനൊരു അസുഖം വന്നാൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള ആ രീതിയിൽ നമ്മൾ കാണുക. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും. അതിനാണ് നമ്മൾ കമ്പാഷൻ ഓഫ് കെയർ എന്ന് പറയുക. പുള്ളിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു, പുള്ളിയുടെ ഈഗോയെ ഹേർട്ട് ചെയ്തു. കാര്യം അവർ പറഞ്ഞ മെഡിക്കേഷൻ ചലഞ്ച് ചെയ്തില്ലേ, ചെറിയൊരു ഫിസിയോ, ഇവരത് റിപ്പോർട്ട് ചെയ്തു. ഞാൻ പേഷ്യൻറ്റിനെ കാണുന്നില്ല എന്നൊക്കെ പറയാം. പക്ഷേ എൻ്റെ നോട്ട്സ് ഉണ്ടായിരുന്നു, കേസ് സീൻ ബൈ തെറപ്പിസ്റ്റ്, ഇന്ന സമയം എന്നൊക്കെ പറഞ്ഞു. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കിയപ്പം ഞാൻ ക്ലീനാണ്, ഇറക്കി വിട്ടു. ഞാൻ പറഞ്ഞു, സാർ ദിസ് ഈസ് മൈ ലാസ്റ്റ് കേസ് വിത്ത് യു, ഐ എം ലീവിങ് ദ ടീം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതൊരു കോളിംഗ് ലെസൺ ആയിരുന്നു. ഇപ്പോൾ കാനഡയ്ക്ക് തട്ട് കിട്ടിയതുപോലെ. ഓക്കെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവുകയില്ല, നമ്മൾ വേറെ മേച്ചിൽപ്പുറങ്ങൾ തേടണം. അങ്ങനെയാണ് ഞാൻ കാനഡയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. 2009 2010 വിസ വരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു. പക്ഷേ എന്നിട്ട് 1 വർഷം എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ? നമ്മൾ വിസ എടുത്ത് നേരെ ഇവിടെ വരുന്നു. 2011 ഇവിടെ വരുന്നു. അപ്പം നമുക്ക് ഇവന്മാർ എലിജിബിലിറ്റി തരത്തില്ല പെട്ടെന്ന് പരീക്ഷ എഴുതാൻ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പറ്റുന്ന നല്ല ജോലിയാണ്, വൈഫും നല്ല ജോലിയിലാണ്. ഓക്കെ അല്ലേ? ഇവിടെ പെയിൻ ഇല്ലല്ലോ? അതെ, സോറി, അത് ലാറ്റിസിസ്റ്റോഴ്സിയാ, കറക്റ്റ് ലെവലാണേ. സോറി ഇവിടുത്തെ നിയമം അനുസരിച്ച് ചെയ്യുന്ന എല്ലാ കാര്യം പറഞ്ഞുകൊണ്ട് ചെയ്യണമെന്നാ. ഓക്കെ, സി ഐ എം ഗോയിങ് ടു ഡു ദിസ് എന്നൊക്കെ പറഞ്ഞു. പെയിൻ ഉണ്ടോ? ടോളറബിൾ ആണ്. പേടിക്കണ്ട. എന്തിനാ പേടിക്കുന്നത്? അറിയില്ല, ഈ പോത്ത് പോലത്തെ ശരീരം ഉണ്ടെന്നല്ലോ. ഓക്കെ, ഇടുവാണേ, ഇടുവാ. ഓക്കെ, പേടിക്കണ്ട. സി, അതെന്തുകൊണ്ടാണെന്നറിയോ? ആ നോട്ട്സിലെ കറക്റ്റ് വിരൽ വരുന്നോണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആക്ടിൻ മയോസിൻ ഫിലമെന്റ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഓക്കെ അല്ലേ? നമ്മള് നാട്ടില് പറയില്ല ചേട്ടാ, മാടപ്രാവ്, മാടിന്റെ ശരീരം പ്രാവിന്റെ. ഇത് ഇങ്ങനെ ഈ ഡയലോഗാണ്, അടിപൊളിയാട്ടോ. നമ്മള് വീഡിയോ ചിലപ്പോ കാണുമ്പോഴേ നമ്മള് ഓരോ കേട്ടിട്ട് നമ്മൾ വട്ടൊരു ചിരിക്കും. അത് പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഷ, അത് നല്ല രസമുള്ള ഭാഷയാണ്. ഓക്കെ അല്ലേ? ഈ ഇന്നസെന്റിന്റെ തമാശകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഞാൻ. എന്തുകൊണ്ടാണെന്നറിയോ? പുള്ളിയുടെ ലാംഗ്വേജ് ആണ്. അവര് എലിജിബിലിറ്റി ടൈറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇമിഗ്രേഷൻ ഓപ്പൺ ചെയ്തു, പക്ഷേ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇവർ ശരിക്കും അന്ന് കൊണ്ടുവരായിരുന്നെന്ന് വെച്ചാൽ ഈ PSW ആയിട്ട് വർക്ക് ചെയ്യാനും, അതൊരു ചെറിയ ജോലിയായിട്ട് പറയുമല്ല, പക്ഷേ അങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അസിസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയാണ് ഇവർ കൊണ്ടുവന്നത്. ഇമിഗ്രേഷൻ ഓപ്പൺ ചെയ്തത് കാരണം സീനിയേഴ്സിന്. പക്ഷേ ഇതുപോലുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പരിപാടി ചെയ്യാൻ ഇവർക്ക് സമ്മതിക്കില്ല. അപ്പോൾ ഇവർ ഭയങ്കര ഓരോ ബാരിയേഴ്സ് ആയിരുന്നു നമ്മൾ കോളേജിന് വെക്കുമ്പോൾ. നിങ്ങൾക്ക് എലിജിബിലിറ്റി തരത്തില്ല, ആ കോഴ്സ് ചെയ്യണം, ഈ കോഴ്സ് ചെയ്യണം. അത് നമ്മൾ മാസ്റ്റേഴ്സും കഴിഞ്ഞ് MPhilഉം കഴിഞ്ഞ് എല്ലാം നിൽക്കുകയാണ്. ഇനിയും റിസർച്ച് ചെറിയ ഓരോ പേപ്പർ ഫിസിക്സിൻ്റെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ശരിയാണ് വരുന്നത്. അങ്ങനെ ഒരു ബാരിയേഴ്സ് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചു. അപ്പോൾ ഞാനെന്ത് ചെയ്തു? എനിക്ക് നല്ല ജോലിയുണ്ട് മണിപ്പാലി, ഞാൻ തിരിച്ചു പോയി. ഒരു 1.5 വർഷം ഞാൻ തിരിച്ചു പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതാൻ എലിജിബിലിറ്റി ആയി കഴിഞ്ഞപ്പോഴേക്കിനും 2013 വരിക എല്ലാമായിട്ട്. അപ്പോൾ കൊച്ചായി കേട്ട് വരിക. ഓക്കെ, എന്നിട്ടൊരു കുത്തിയിരുന്ന് പഠിച്ചു. ഇപ്പം ബേസ്മെൻറ്റിൽ താമസിക്കുകയാണ്.
അപ്പോൾ ഇരിക്കാനൊരു കട്ടിലോ ഒന്നുമില്ല, അല്ല ഇരുന്ന് പഠിക്കാനൊന്നും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവന് കാറുണ്ട്. അപ്പോൾ അവനിവിടെ കാറിൽ എവിടെയോ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കസേര വെച്ചിട്ടുണ്ട്. ആ കസേര എടുത്തുകൊണ്ട് തന്നു, എടാ നീ ഇതിലിരുന്ന് പഠിക്കേ. കളയാൻ വെച്ചേക്കണല്ലേ? കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നമ്മൾ കിടന്നൊക്കെയാണ് പഠിക്കുന്നത്, ബുക്ക് വായിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി. അങ്ങനെ ഇരുന്ന് ആ കസേര വെച്ച് കൊച്ചുണ്ട്, കൊച്ചിനെ നോക്കുന്നു, ഒരു ടേബിൾ പോലും ഇല്ല, ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചു. ഇരുന്ന് ശരിക്കും വായിച്ചു ഓരോ ലൈനും. ആ ബുക്ക് കാണിച്ചു തരാം ഞാൻ, അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ അവന്മാർ ചോദിക്കാനൊന്നുമില്ല. എന്നിട്ട് ഞാൻ തന്നെ ക്വസ്റ്റ്യൻ അങ്ങ് ഉണ്ടാക്കി, അവന്മാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എന്നിട്ട് നമ്മളങ്ങ് ഇരുന്നിട്ട് അങ്ങ് പഠിച്ചു. എന്നിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻറ്റോയുടെ ഒരു എക്സാം ഉണ്ട് ആദ്യമേ, അത് ഞാനങ്ങ് എഴുതി. ഓക്കെ, അതിൽ 600 സീറ്റാണ്, അല്ല 600 പേരെഴുതി, സോറി. അതിൽ അവന്മാരെടുക്കാൻ പോകുന്നത് 40 പേരെ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇവർ ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് പേ ചെയ്യും. അത് ഫ്രീയാണ്, നമുക്ക് 5 പൈസ കൊടുക്കണ്ട. അതിൻ്റെ അകത്ത് ഞാൻ അത് ക്രാക്ക് ചെയ്തു, അത് കിട്ടി. കഷ്ടപ്പെട്ട് പഠിച്ചു കേട്ടോ, കരഞ്ഞോണ്ട് പഠിച്ചത്. കാരണം ഇതിപ്പോൾ ആവശ്യമായി. അതെ അല്ലേ, തിരിച്ചിങ്ങോട്ട് പോകാനും പറ്റില്ല. ഇനി നാണക്കേടല്ലേ പോയി കഴിഞ്ഞാൽ. കാനഡയിലാന്ന് പറയുകയും ചെയ്തു. ഒരു കോൾ സെൻറ്റർ ജോലിയൊക്കെ ഉണ്ട്. ഇപ്പോൾ രാത്രി 4 മണി മുതൽ 10 മണി വരെ കോൾ സെൻറ്റർ ജോലി. രാവിലെ കോളേജിൽ പോകും, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഗവൺമെൻറ് ഒരു ബർസറി എന്ന് പറയും, ഒരു $6000 തന്നു അന്ന്. അത് വെച്ചിട്ട് നമ്മൾ പഠിച്ചു, പരീക്ഷ എഴുതി, പാസ്സായി. സെൻറ്റ് മൈക്കിൾസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, ടൊറൻറ്റോ, കാർഡിയാക് സർജറി, നമ്മുടെ ഏരിയയിൽ തന്നെ. നമ്മളിതുവരെ സന്തോഷമുള്ള സമയമില്ല ഇന്നും. എൻ്റെ ട്രാമിൻ്റെ ഇതിലൂടെ പോകുമ്പം ആ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ നമുക്ക് കരച്ചിലാണോ വരുന്നത് എനിക്കറിയത്തില്ല, എന്താ പറയണ്ടേ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ എക്സാമെല്ലാം ക്ലിയർ ചെയ്തു. ഞങ്ങളുടെ എക്സാം 2 ലെവലാണ്. ഒന്ന് ഒരു MCQ എക്സാം ഉണ്ട്, എൻട്രൻസ് പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കാണിക്കണം, പ്രാക്ടിക്കൽ. അപ്പോൾ അതിൻ്റെ അകത്തൊരു എക്സാമിനർ കാണും, ഒരു പേഷ്യൻ്റ് കാണും. പേഷ്യൻ്റ് ആക്ടറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഹിസ്റ്ററി ടേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ പോയി ചോദിക്കണം പേഷ്യൻറ്റിനോട്, നിങ്ങൾ എങ്ങനെ വീണു, എവിടെ വീണു, എപ്പോൾ വീണു, ഓക്കെ ഈ കഴിഞ്ഞ ദിവസം എന്തെങ്കിലും മെഡിക്കേഷൻസ്. അപ്പോൾ പേഷ്യൻ്റ് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യും. നമ്മൾ തെറ്റിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അവർ ഐ ഡോണ്ട് നോ എന്ന് പറയും. അങ്ങനെ ചോദിച്ച് നമ്മൾ അത് ഫിഗർ ഔട്ട് ചെയ്യും, എന്തുകൊണ്ടാണ് വീണതെന്ന്. അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റേഷനുണ്ട്, അതിൻ്റെ റീസൺ എഴുതി വെക്കണം, എങ്ങനെയാണ് അവർ വീണതെന്ന്. നമുക്കത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് 2 സ്റ്റേഷനിൽ പോകും. ഇതിലെ 16 സ്റ്റേഷനിലെ മിനിമം 14 സ്റ്റേഷൻ നമ്മൾ പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് തരത്തുള്ളൂ ഗവൺമെൻറ് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പം ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പോൾ കുറേ കൂടെ ഈസിയാക്കി. അതൊരു വലിയ വൃത്തികേടാണ്. പക്ഷേ എനിവേസ് കട്ടക്കിരുന്ന് പഠിച്ചു, നമ്മളത് പാസ്സായി. ഇപ്പോൾ ഫിസിയോയുടെ ലൈസൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ലണ്ടൻ ഹോസ്പിറ്റലുണ്ട്, വിക്ടോറിയ ഹോസ്പിറ്റൽ ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആരും വിളിക്കുന്നില്ല, കാര്യം പേര് ഇതല്ലേ, അതുകൊണ്ട് നമ്മളെടുക്കില്ല. അവസാനം ഒരു വിധത്തിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, നമുക്കൊരു പ്രശ്നമില്ല. ഒരു ചോദിച്ച ചോദ്യം എന്നതാണെന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്തു, എല്ലാം ഓക്കെയാണ്. റെഫറൻസ് ചെക്കിന് വിടുമല്ലോ, ഇപ്പോൾ 3 റെഫറൻസ് ചെക്ക് വെച്ചിട്ടുണ്ട്. റെഫറൻസ് കൊടുത്തവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കിരൺ ഞങ്ങൾ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കിട്ടാതിരിക്കുന്ന യാതൊരു കാര്യമില്ല, നിനക്കത് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അന്ന് ഞാൻ വിൻസർ റീജിയണൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക, ഇവിടുന്ന് ഡ്രൈവ് ചെയ്യുകയാണ്, ലണ്ടനിൽ നിന്ന് വിൻസർ പോവുക, എന്നും രാവിലെ പോയി വൈകുന്നേരം വരും. എന്നിട്ടാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ പൈസ കാനഡ തിന്നരുത്, അതെനിക്കൊരു വാശിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പൈസയല്ല നാട്ടിൽ തന്നെ ഇട്ടിട്ടാണ് വന്നത്. ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന പൈസ വെച്ചിട്ട് വേണം ഞാൻ ഡീൽ ചെയ്യാൻ. അതായിരുന്നു എൻ്റെ ഒരു വാശിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു പവറിൻ്റെ ഒരു ഷൂ ഉണ്ടായിരുന്നു, 700 രൂപയ്ക്ക് എങ്ങാണ്ട് വാങ്ങിച്ചത്. അത് ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പം ലൈസൻസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കഷ്ടപ്പെട്ട് ജോലിക്ക് പോവുക. അപ്പോൾ വാടക കൊടുക്കണം, അപ്പാർട്ട്മെൻറ്റ് വാടക കൊടുക്കണം. അപ്പോൾ നമുക്ക് വാടകയ്ക്ക് പൈസ ഇല്ല, ബൈ വീക്ക്ലി $700 കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് വീട് ഓടുന്നില്ല. പിന്നെ കൊച്ചിൻ്റെ പൈസ കിട്ടും, അത് വെച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ കസേരയിൽ എൻ്റെ ഒരു
ഒരു റിലേറ്റീവ് വന്നിരുന്നു. പുള്ളിക്കാരി കുറച്ച് വണ്ണമുണ്ട്. ആ കസേര ഒടിഞ്ഞു പോയി. അതോടെ നമ്മുടെ ഇരിപ്പിടം പോയി. അത് ഭയങ്കര വിഷമമുണ്ടാക്കിയൊരു സംഭവമാണ്. കാരണം പിന്നെ ഈ കസേര ഉണ്ടാക്കണ്ടേ. അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെ അറിഞ്ഞു, ഫർണിച്ചർ ബാങ്ക് എന്ന് പറഞ്ഞ കാനഡയ്ക്ക് ഒരു പ്രോഗ്രാമുണ്ട്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫർണിച്ചർ കൊണ്ടുതരും. അവർ ആ ഫർണിച്ചർ അവിടെ പോയി ഞങ്ങൾ സെലക്ട് ചെയ്തു. അത് $200 ഡെലിവറി ചെയ്ത് കിട്ടി. എല്ലാ സാധനവും ഇഷ്ടം പോലെ. പിന്നെ ബെഡായി, കസേരയായി, ബെഡ് എല്ലാം ആയി. $200 ചിലവായിട്ടുള്ളൂ. ഓക്കെ, അതൊന്നും നമുക്കറിയത്തില്ല പലർക്കും ആ സംഭവം. നമ്മൾ ഫിസിയോടെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ജോലിക്ക് ഇപ്പം പെട്ടെന്ന് എടുക്കുമെന്ന് നിർബന്ധമില്ല. അവർക്ക് ഈ സിസ്റ്റത്തിലൊന്ന് കയറിയ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കാണണം. വേറെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെടുക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാം അവർ നോക്കും. അപ്പോൾ അവർ നോക്കുമ്പോൾ വിൻസർ റീജിയണൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വിൻസർ റീജിയണൽകാർ എന്തുകൊണ്ട് എന്നെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസർ വരെ പോയി വർക്ക് ചെയ്യാൻ അന്ന് ഫിസിയോ ഇല്ല. അതുകൊണ്ട് അവർ നമ്മളെ എടുത്തേ. ഓക്കെ, അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിവിടെ പലയിടത്തും അപ്ലൈ ചെയ്ത് അവരെടുത്തു. അങ്ങനെയാണ് ജോലിക്ക് കിട്ടുന്നത്. 3 ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, 2 നേഴ്സിംഗ് ഹോമിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ സ്വന്തമായിട്ട് ക്ലിനിക്കുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തീക്കകത്ത് വിരളിന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്, പെട്ടെന്ന് നമ്മൾ വലിച്ചെടുക്കത്തില്ലേ, അത് സ്പൈനൽ കോഡ് ആക്ഷനാണ്. സ്പൈനൽ കോഡ് റിഫ്ലക്സ്. അത് ബ്രെയിൻ അറിയുന്ന കൂടിയില്ല. കുറച്ച് കഴിയുമ്പോൾ അറിയുന്നു, അയ്യോ ഞാൻ കൈ തീക്കകത്ത് വെച്ചില്ലേ. ഓക്കെ, അത് സ്പൈനൽ കോഡ് ലെവൽ ആക്ഷനാണ്. ഇപ്പോൾ സ്പൈനൽ കോഡ് സ്റ്റിം ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 200 Hz ഒക്കെ മതി. ബ്രെയിൻ സ്റ്റിം ആക്കണമെന്നുണ്ടെങ്കിൽ 15 Hz ആണ്. 1500 സോറി. നമ്മൾ വളരെ അതുകൊണ്ട് ലോ, മീഡിയം, ഹൈ ആണ്. നമ്മൾ ലോയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാട്ടാ. ഷോക്കൊക്കെ അടിച്ചിട്ട് ഒരു പണ്ടാറ് പരിപാടി നല്ല വൈബ്രൻ്റായിട്ട് കിട്ടി, നല്ലൊരു മസാജിങ് കിട്ടി. എന്തായാലും ബൈ, എല്ലാവിധ നന്മകളും സന്തോഷങ്ങളും. പിന്നെ എനിക്ക് സന്തോഷമുള്ള പുറം വേദന മാറി കുറച്ച് കാശും കിട്ടി. കാരണം പുള്ളി പെയ്ഡ് പ്രൊമോഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളി പൈസ തരാൻ തന്നിട്ടുണ്ട്. അതിന് സന്തോഷമുണ്ട്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം നടക്കണതാ. അപ്പോൾ എന്തായാലും അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവിധ ആശംസകളും. ലണ്ടനിലുള്ള ആൾക്കാർക്ക് ചേട്ടൻ്റെ വക എല്ലാവരും ചേട്ടൻ ഇങ്ങോട്ട് ക്ഷണിക്കണു. നമ്മുടെ ഇതിൽ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കാണിക്കണമെങ്കിൽ പറഞ്ഞോളാം. നമുക്കത് ഡിസ്കൗണ്ട് എല്ലാ ടൈപ്പ് ബില്ലിങ്ങും നമ്മൾ ഡയറക്റ്റ് മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് എല്ലാം ചെയ്യും. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ വിങ്സ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇതാണ് ആൾക്കാരെ പോയിട്ട് ഇങ്ങനെ വിങ്സ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇവൻ പോയിട്ട് ഇതുണ്ട്, അവൻ വലിയ പാടായിട്ടിരിക്കുന്നുണ്ടോ. ഇതിന് നമ്മൾ തൊറാക്കോലംബാർ ഫേഷ്യ എന്ന് പറയും. ഭയങ്കര ഒരു വലിയൊരു സ്ട്രക്ചറാണ് തൊറാക്കോലംബാർ ഫേഷ്യ എന്ന് പറയും. അപ്പോൾ അത് ഇഞ്ചറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ പാളയൊക്കെ പോലെ വെച്ചിരിക്കുക ബാക്കില്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, ഈ മസില് നമുക്ക് ചുമയ്ക്കുമ്പോൾ വരെ പെയിൻ വരും. എനിക്കുണ്ട്. ഞാൻ ന്യൂ ഇയർ കഴിഞ്ഞപ്പോ ഞാൻ കിടന്നു പോയില്ലേ, അപ്പൊ 2 ആഴ്ച കിടന്നു പോയപ്പോ അവസാനം ചുമക്കാൻ വരുമ്പോ ചുമ വരുമ്പോഴേക്ക് ഞാൻ എന്താ വെച്ചാൽ വേഗം വന്നിട്ട് ഐലൻഡ് ഉണ്ടല്ലോ, ഐലൻഡിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഞാൻ ചുമക്കും. അപ്പൊ എനിക്ക് സ്ട്രെസ് ഇല്ല. കാരണം എന്നാ, ആ മുട്ട് കുത്തി നിൽക്കുമ്പോ ഈ മസിൽ ഷോർട്ടൺ ആവുക. ഓക്കെ ഓക്കെ, അപ്പോഴാണ് ബാക്ക് പെയിൻ ഇല്ലാതെ. അത് കറക്റ്റ് അലാറ്റിൻ സ്റ്റോഴ്സ് തന്നെയാണ്. അപ്പൊ ഈസിയാണ്. അപ്പൊ ഇത്രയും വലിയ മസിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അന്ന് ഇവിടെ പിടിച്ച് തിരുമി എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ വലത്തെ ഭാഗല്ലേ, അപ്പൊ ഓൾമോസ്റ്റ് ഈ ഭാഗത്തായിട്ട് വരുന്ന കൈന്റെ മുട്ട് വെച്ചിട്ട് ചെയ്തത് പുള്ളി. സംഭവം അന്ന് ചെയ്തപ്പോ ഉണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് ശ്വാസം നിന്നുപോയിന്ന് പറയില്ലേ, അറിയാതെ ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കി. അമ്മാതിരി പെയിനായിരുന്നു. അപ്പൊ പറഞ്ഞതിനോട് ചെറിയ വേദന ഉണ്ടാവും, സഹിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എന്നോട് കൈ മുട്ടിട്ട് ചെയ്തത്. ട്രോഫിക് ജേഴ്സിനെ പൊടിച്ചു കളയാ ചെയ്തത്. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഇടയ്ക്ക് ഉണ്ടാകുന്ന സാധനം അത് നമുക്ക് കാണാൻ പറ്റില്ല. MRI എടുത്താലും കാണാം, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റില്ല. പക്ഷെ പെയിൻ ഇങ്ങനെ പേഷ്യന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഇത് അടുത്തതെന്ന് പറഞ്ഞ ഇതുകൊണ്ടാ, കഴുത്തിന്റെ എന്ന് പറഞ്ഞ ലിവേറ്റർ സ്കാപ്പുല എന്ന് പറയും ഈ മസില്. ഇവന്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കത്തില്ലേ, അപ്പം ഇവന് ഇതാവും. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കഴുത്ത് ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്നത്. അപ്പൊ എന്താ പറ്റും, കഴുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്കാപ്പുലയെ പൊക്കിക്കൊണ്ട് പോകും. നമ്മുടെ കഴുത്തിൽ ബാലൻസ് ചെയ്യുന്നത് ഈ സാധനമാണ് അല്ലേ, അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് കഴുത്ത് ഇങ്ങനെ പൊട്ടിച്ചു വിടും. അപ്പൊ ഒരു സുഖം കിട്ടും. അതെന്താ കാരണം, ആകുമ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഇത് ഇവിടെയാണ്. കണ്ടോ, അപ്പൊ ഇരിക്കുന്ന എവിടെയാണ് ഈ കണ്ടോ, അതിപ്പോ കഴുത്തിൽ ഇവിടെ വരും സാധനം. എന്നിട്ട് അവനിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഇപ്പൊ വീട്ടിലൊക്കെ ചുമ്മാ ആൾക്കാർ പറയും അവിടെ എന്ത് ഇവിടെ ഭയങ്കര ഒന്ന് തിരുമ്പി തരുമോന്ന് ചോദിക്കും.
കാര്യം അത് കറക്റ്റ് വരുന്നത് എലിവേറ്റർ സ്കേപ്പില് ആ മനസ്സിലാ. ഓക്കെ, അത് ഫോൺ വെച്ച് മൊത്തം ശരിയാക്കി പോന്നെ. അതെ. അപ്പൊ ഇത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുണ്ടാകുന്ന ഈ ഫോണില് പിന്നെ ബുക്ക് വായിക്കുമ്പോൾ ഇപ്പോഴായിരുന്നു ഫോൺ പറയാൻ പറ്റും. പണ്ടെന്ന് പറഞ്ഞാൽ ബുക്ക് വായിക്കും. ഈ ഇരിപ്പ് ഈ മസിലിനെ മുഴുവൻ നമ്മൾ വലിക്കുക, വലിച്ചു പറിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും സാധനം എടുക്കുമ്പോൾ കുനിഞ്ഞിട്ട് എടുക്കരുത്. അതിന് പകരം കുഞ്ഞു പിള്ളേര് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞു പിള്ളേർ ജനിച്ചെന്ന് വെച്ചാൽ നടക്കാറ് അവരെങ്ങനെ എടുക്കുന്നത്, ഒരു സാധനം ഇങ്ങനെ നടന്നു വന്നിട്ട് അവരിങ്ങനെ എടുക്കുന്നത്. അപ്പൊ ഈ സ്പൈനെ അവർ പ്രൊട്ടക്ട് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പൊ വലിയ ആൾക്കാരോട് നമ്മൾ പറയും ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം താഴെ നമ്മൾ ഇങ്ങനെ എടുക്കും. അതിന് പകരം നമ്മൾ എടുക്കേണ്ട എങ്ങനെയാണെന്നറിയാം, ഒന്നുകിൽ എന്തെങ്കിലും സാധനത്തെ പിടിച്ചുകൊണ്ട് ഈ കാല് പൊക്കിക്കൊണ്ട് വേണം എടുക്കാൻ. അപ്പൊ നമ്മൾ കൗണ്ടർ വെയിറ്റ് ചെയ്യുക. ഓക്കെ, കൗണ്ടർ വെയിറ്റ് ഇങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പൈനിന് പ്രോബ്ലം വരില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മസിലിനെയൊക്കെ അഫക്ട് ചെയ്തത്. വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇപ്പോൾ പവർ സ്റ്റിയറിംഗ് ആണ് എന്നാൽ പോലും അത്രയും ഫോഴ്സ് വരുമല്ലേ. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് എന്നും ചെയ്യുമ്പോ ഈ സാധനത്തിന്റെ പണി കൊടുക്കണം. അല്ല, അതാണ് ഇപ്പൊ എനിക്ക് കിട്ടിയത്. അതെ, ഇത്ര 10, 12, 13 വർഷത്തോളായി അതൊരു മസിൽ മൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലമെന്റ് രീതിയിലാണ്. ആക്ടിൻ ആൻഡ് മയോസിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മൂവ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഒരിടത്തൊരു ക്യാച്ച് വരും, എന്നിട്ട് അവിടെ ഒരു ചെറിയ മൈക്രോട്രോമ വരും. അത് നമുക്ക് MRI കാണാൻ പറ്റും. MRI ഉണ്ട്, പക്ഷെ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റില്ല. ഓക്കെ, CT എക്സ്റേ ആണ്, അതുകൊണ്ട് അത് പോട്ടെ. ഇപ്പോൾ MRI നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ അവനൊരു ചെറിയൊരു മൈക്രോ ടിയർ ഉണ്ടാക്കി അവിടെ വെക്കും. അപ്പോൾ അവിടെ ഒരു ഗാർബേജ് അത് ഒരു ഗാർബേജ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഓടിക്കൊണ്ടിരിക്കുക കാർ, മനസ്സിലായി, ഹൈവേയില് സ്റ്റക്കായി പോകും. അപ്പോൾ പിന്നെ അവിടെ ഒരു പിടുത്തം വരും. അതാണ് അവിടെ പിടുത്തമുണ്ട്. എനിക്ക് ഇവിടെ തൊടുമ്പോൾ വേദന ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഒഴിച്ചിൽ ചെയ്യുമ്പോൾ എന്നാ ചെയ്യുന്നത്, അവർ ആ സാധനത്തെ പിടിച്ചിട്ട് പൊടിച്ചു കളയുന്നത്. അത് പൊടിഞ്ഞു പോകുന്നില്ല, അതവിടെ ഇരിക്കും. ഞങ്ങളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് നമ്മൾ ഷോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ ഈ മൂത്രത്തിലെ കല്ല് വരുമ്പോൾ പൊട്ടിച്ചു കളയുന്ന സാധനമല്ലേ, എക്സ്ട്രാ കോർപ്പറേറ്റ് ഷോക്ക്, കിഡ്നി സ്റ്റോൺ പൊട്ടിക്കുന്നത്, ആ സാധനം അതുപോലത്തെ ഒരു വേവ്സ് അത് വിടും. അതകത്തോട്ട് വിട്ടിട്ട് അവന് പൊടിച്ചു കളയും. പിന്നെ നീഡിലും ഇട്ട് കഴിയുമ്പോഴേക്ക് എന്നാ പറ്റി കഴിഞ്ഞാൽ മൊത്തം റീസെറ്റ് ആവും. നമ്മളെ ഫോണൊക്കെ റീസെറ്റ് ആവുന്ന പോലെ. അതാ ഞാൻ ചെയ്യുന്ന പരിപാടി. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റും കഴിഞ്ഞു. എന്റെ കർത്താവ് രക്ഷയില്ലാത്ത സാധനം ഷോക്ക് അടിക്കുന്ന പോലെയാ. നമ്മുടെ ഈ മഞ്ഞ് വന്നിങ്ങനെ മുഖത്ത് കുത്തില്ലേ, അതേപോലെ ഉള്ളൊരു എന്താ പറയാ ഒരു അവസ്ഥയായിരുന്നു. രക്ഷയില്ല എന്റെ കർത്താവേ. അത്യാവശ്യം നല്ല ഇതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എന്തൊക്കെയോ ഒരു സുഖമുണ്ട് മേത്ത്. അപ്പൊ പുള്ളി പറഞ്ഞ കേട്ടില്ല, ഇത്ര കാലം നമ്മള് ലോങ് ഡ്രൈവ് നമ്മള് കണ്ട കൊല്ലം നമ്മൾ തരുന്ന പരിപാടി ഡെയിലി 1000 കിലോമീറ്ററേക്കും ഓടിക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നമ്മൾ ഈ ഇരുന്ന് ഈ തിരിപ്പിക്കലല്ലേ, ഈ തിരിപ്പിക്കുമ്പോഴുള്ള ഈ പുറത്തെ മസിൽ വീക്കാവണതാ. അപ്പൊ കറക്റ്റ് കാര്യവും പറഞ്ഞു, എല്ലാം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നു. എന്തായാലും ഭയങ്കര സന്തോഷമായി ആ ഒരു കാര്യത്തില്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാശും കിട്ടും, അതിന്റെ സന്തോഷം വേറെ. ആദ്യമായിട്ടാ നമ്മുടെ ചാനലിലേക്ക് ഒരാള് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറയണത്. എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് പുള്ളിയോട് ഭയങ്കര ഒരു നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചെങ്കില് ഞാൻ പൊതുവെ ഷൈയാ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു മേടിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ അത് നമ്മളെത്തി. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ എത്തിച്ചത്. കാരണം നിങ്ങൾ ഇത് കാണുന്ന കാരണം കൊണ്ടുള്ള ആൾക്കാർ നോക്കിയിട്ട് നമ്മളോട് പറയണേ. അപ്പൊ എന്തായാലും ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി എന്നാ, ബൈ.